ജന്തർ മന്തർ പ്രക്ഷോഭ പന്തലിന് ചുറ്റും 400ഓളം കുറ്റവാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഡൽഹി പോലീസ്. ജൂലൈ 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ഫ്യൂഷൽ റെഗുലേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് കണ്ടെത്തൽ. സാധാരണക്കാരായ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടല്ല, അക്രമികളെ കണ്ടെത്താനാണ് AI ക്യാമറകൾ സജ്ജമാക്കിയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. നന്ദഗോപൻ ഈ ജന്തർ മന്തറിൽ നിന്നും ചേരുകയാണ്. നന്ദൻ, ഈ സംഘർഷം നടക്കുന്ന സമയത്താണോ ഈ കൊടും കുറ്റവാളികൾ അവിടെ ഉണ്ടായിരുന്നത്? ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? 400ഓളം കൊടും ക്രിമിനലുകൾ ഡൽഹിക്ക് അകത്തുനിന്ന് വന്നു എന്നാണോ, അതോ പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ സംഘർഷം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നാണോ? ഗൗതം, 20-ാം തീയതി മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് 4 ദിവസങ്ങളിൽ 400ഓളം കുറ്റവാളികളാണ് ഈ CJPയുടെ പാറ്റ പാർട്ടി നടത്തിയ പ്രതിഷേധങ്ങളിൽ പങ്കാളികളായത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 400 കുറ്റവാളികൾ അത് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ എത്തിയവരാണ്. ഇവർ പല കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഇതിനോടകം തന്നെ പല കുറ്റവാളികളുടെയും പേരടക്കം കണ്ടെത്തി കഴിഞ്ഞു. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ക്യാമറകൾ പല കോണുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഈ പ്രതിഷേധം എന്ന പേരിൽ ഇത്തരം കലാപങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അക്രമങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഏതൊരു കുറ്റവാളി വന്നാലും അവരെ കണ്ടെത്തുവാനും അവരെ തിരിച്ചറിയുവാനും കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും 400 കുറ്റവാളികൾ, ഈ കുറ്റവാളികളാണ് ഈ അക്രമത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കുറ്റവാളികൾ എങ്ങനെ ഈ CJPയുടെ സമരവേദിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അതായത് CJP നിർബന്ധപൂർവ്വം ഇവരെ ഇവിടേക്ക് ക്ഷണിച്ചതാണോ, അതല്ല ഇവരുടെ സ്വന്തം താല്പര്യപ്രകാരം അക്രമങ്ങൾ അഴിച്ചുവിടുവാൻ വേണ്ടി ജന്തർ മന്ദറിലേക്ക് എത്തിയതാണോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി FIRകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതടക്കം അതിൽ ഈ കുറ്റവാളികൾക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് നിരീക്ഷിക്കുന്നത്. ഇതിന്മേൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിക്കുന്നത്. ഗൗതം. ഓക്കെ, എസ് നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.